അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ മാസത്തിൽ പതിവാക്കേണ്ട അതിമഹത്തായ 6 സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. റമദാൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനമുള്ള മാസമാണ് ദുൽഹിജ്ജ മാസം. ദുആക്ക് ഉത്തരമുള്ള മാസമാണ്, ഹജ്ജിന്റെ മാസമാണ്. ഉളഹിയ്യത്തിന്റെ, ബലിപെരുന്നാളിന്റെ, സക്കാത്തിന്റെ, നിസ്കാരത്തിന്റെ, നോമ്പിന്റെ, അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും ഒരുമിക്കുന്ന സമയമാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം. വലിയ പ്രതിഫലമുള്ള സമയമാണ്. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-നാണ് കൂടുതൽ പ്രതിഫലമെങ്കിൽ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിനാണ് പ്രതിഫലം എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെ ജീവിക്കുന്നവരാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ജോലിയില്ലാത്തവർ, ആഗ്രഹങ്ങൾ സഫലമാകാനുള്ളവർ, വീടില്ലാത്തവർ, ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ ജീവിക്കുന്ന നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ പറയുന്ന സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ ഇങ്ങനെ ദുആക്ക് ഉത്തരമുള്ള സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹു മിൻ ഹാദിഹിൽ അയ്യാം. ഒരു വർഷത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള സമയത്ത് നമ്മളൊരു കാര്യം ചെയ്തിട്ട് റബ്ബിനോട് കൈമലർത്തിയാൽ, ഹൃദയം തുറന്ന് കണ്ണ് നിറച്ച് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു തരട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫജ്റാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ മനോഹരമായൊരു സൂറത്താണ്. പാരായണം ചെയ്യാൻ തന്നെ നല്ല താല്പര്യം തോന്നുന്ന ചെറിയ ചെറിയ ആയത്തുകളുള്ള ഒരു സൂറത്ത്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഈ ആയത്തുകളെ സൂചിപ്പിക്കുന്നത് പെരുന്നാൾ ദിവസം, അതിന്റെ തലേ ദിവസം, ആദ്യത്തെ 10 ദിവസമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അല്ലേ? ഖാലൽ മുഫസ്സിറൂന ഹിയ അശ്റു ദിൽ ഹിജ്ജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് ഹിയ അശ്റു ദിൽ ഹിജ്ജ. ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ദിൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെയാണ്. ഖിറാഅതുഹാ, ഈ സൂറത്തിന് നമ്മൾ പാരായണം ചെയ്യുമ്പോ തുദക്കിറു ബിഫദ്ലി ഹാദിഹിൽ അയ്യാം, നമ്മളിതിങ്ങനെ പാരായണം ചെയ്യുമ്പോ ഈ ദിവസങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. വതസീദുൽ ഖൽബ ഖുശൂഅൻ, മാത്രമല്ല സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുമെന്നും മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. സൂറത്തുൽ ഹജ്ജ്, ഈ സൂറത്തുൽ ഹജ്ജിന്റെ പ്രത്യേകത എന്താണ്? ഹാദിഹി സൂറത്തു മിൻ അഅ്ലമി സുവരിൽ മുതഅല്ലഖി ബിൽ ഹജ്ജി വശആഇരിഹി. അല്ലേ? ഹജ്ജിനെ കുറിച്ചും ഹജ്ജിന്റെ ശിആറുകളെ കുറിച്ചും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. ഹജ്ജിന്റെ മാസമാണല്ലോ ദുൽഹിജ്ജ. അതുകൊണ്ട് തന്നെ ഹാദിഹി സൂറത്തു മിൻ അഅ്ലമി സുവരി അൽ മുതഅല്ലിഖതി ബിൽ ഹജ്ജി വശആഇരിഹി. സൂറത്തുൽ ഹജ്ജിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹജ്ജിനെ കുറിച്ചും ഹജ്ജിന്റെ ശിആറുകളെ കുറിച്ചും അതിന്റെ ആരാധനകളെ കുറിച്ചും അതിന്റെ മഹത്വങ്ങളെ കുറിച്ചുമാണ്. അതുകൊണ്ട് ഹജ്ജിനെ പറയുന്ന സൂറത്ത് ഹജ്ജിന്റെ മാസത്ത് തന്നെ, ഹജ്ജിന്റെ സമയത്ത് തന്നെ പാരായണം ചെയ്താൽ തിലാവതുഹാ തുഹീ മആനിയൽ ഹജ്ജി ഫിൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിൽ ഹജ്ജിനെ കുറിച്ചൊരു ഉത്ബോധനം വരുമെന്ന് മാത്രമല്ല, വതുഖവ്വി അശ്ശൗഖ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, പരിശുദ്ധമാകുന്ന മസ്ജിദുൽ ഹറാമിലേക്ക് പോകാൻ മനസ്സിൽ വല്ലാത്ത താല്പര്യം വരും ഈ സൂറത്ത് പാരായണം ചെയ്താൽ. അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇനി മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലേ? പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചും അതുപോലെ ഉളഹിയ്യത്തിനെ കുറിച്ചും പറയുന്ന സൂറത്താണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അല്ലേ?
ഫീ ഹാദിഹിൽ ആയത്തി അംറുൻ ബിസ്സലാത്തി വന്നഹരി. പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചും ഉളഹിയ്യത്തിനെ കുറിച്ചും അതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുദക്കിറുൽ മുഅ്മിന ബിൽ ഇഖ്ലാസി വശുക്രി ബില്ലാഹ്. ഒരു മനുഷ്യൻ സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ അവന്റെ മനസ്സിൽ അല്ലാഹുവിനോട് നന്ദി ഉണ്ടാകുമെന്നും അവന്റെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടാകുമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. വതുറബ്ബിയൽ ഖൽബ് അലാ തദ്ഹിയത്തി വത്ത്വാ. നമ്മുടെ മനസ്സിൽ ഉദ്ഹിയ്യത്ത് അറവ് നടത്താനുള്ള ഒരു പരിശീലനത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉദ്ഹിയ്യത്ത് അറവ് നടത്താൻ, അല്ലെങ്കിൽ ഒരു ഷെയറായിട്ടെങ്കിലും ഉദ്ഹിയ്യത്ത് അറവ് നടത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനി 4-ാമത്തെ സൂറത്താണ് സൂറത്ത് യാസീൻ. തുസമ്മാ ഖൽബുൽ ഖുർആൻ. ഖുർആനിന്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ പറയേണ്ട ആവശ്യമില്ല, കാരണം അത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ്. എങ്കിലും ദുൽഹിജ്ജ മാസത്തിൽ സാധാരണ പാരായണം ചെയ്യാത്തവരുണ്ടെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസമെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഖിറാഅത്തുഹാ തുലയ്യിനുൽ ഖൽബ വതുഖവ്വിൽ ഈമാൻ. ഈമാനിനെ ശക്തിപ്പെടുത്താനും നമ്മുടെ ഹൃദയം ഒന്ന് മയം വരാനും ഈ സൂറത്ത് സഹായിക്കും എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. യുസ്തഹബ്ബുൽ മുദാവമത്തു അലൈഹാ. സൂറത്ത് യാസീൻ എല്ലാ ദിവസവും പതിവാക്കൽ സുന്നത്താണ്. എന്നാൽ ഈ 10 ദിവസമെങ്കിലും കഴിയാത്തവർ ഇത് പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 5-ാമത്തേതാണ് സൂറത്തുൽ വാഖിഅ. ഇതും നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുന്ന സൂറത്താണ്. സൂറത്തുൽ വാഖിഅ ഫീഹാ തദ്കീറുൻ ബിൽ ആഖിറതി വഅഹ്ലിൽ ജന്നതി വന്നാർ. സൂറത്തുൽ വാഖിഅ എന്താണ് അതിൽ പറയുന്നത്? സ്വർഗത്തെക്കുറിച്ച്, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അതിൻ്റെ അഹ്ലുകാരെക്കുറിച്ച്, അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ പതിവാക്കൽ സുന്നത്താൻ. എന്നാൽ അത് എല്ലാ ദിവസവും പതിവാക്കിയാത്ത ആളുകളുണ്ടെങ്കിൽ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസമെങ്കിലും അത് പതിവാക്കുക. കാന സലഫു യുഹാഫിളൂന അലാ ഖിറാഅതിഹാ. മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ പിൻഗാമികൾ, നമ്മുടെ മുൻഗാമികൾ സൂറത്തുൽ വാഖിഅ പതിവാക്കിയിരുന്നു, അത് എല്ലാ ദിവസവും. ഇനി അടുത്തതാണ് സൂറത്തുൽ മുൽക്ക്. ഇതും നമ്മൾ എല്ലാ ദിവസവും പതിവാക്കേണ്ട സൂറത്താണ്. ഖബറിൽ നമ്മെ സഹായിക്കുന്ന സൂറത്താണ്. സൂറത്തു ഹിയ സൂറത്തു നജാതി മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യനാമു ഹത്താ യഖറഉഹാ. അതിനെ പാരായണം ചെയ്തിട്ടല്ലാതെ റസൂലുള്ളാഹി ഉറങ്ങാറില്ലായിരുന്നു. സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും റസൂലുള്ളാഹി പതിവാക്കിയിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ദുൽഹിജ്ജ മാസത്തിലെങ്കിലും സൂറത്തുൽ മുൽക്കിനെ പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പറയപ്പെട്ട സൂറത്തുകളെല്ലാം പാരായണം ചെയ്യുക, പതിവാക്കുക. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൂറത്തുകളെങ്കിലും ജീവിതത്തിൽ പതിവാക്കുക. ഈ പറയപ്പെട്ട സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ഹജ്ജ് തുടങ്ങിയ സൂറത്തുകളൊക്കെ ഈ ദുൽഹിജ്ജ മാസത്തിലെങ്കിലും ഒരു തവണയെങ്കിലും, ഇനി എല്ലാ ദിവസവും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും അത് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉയർച്ച നൽകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലീകരിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.